ഞാനൊരു സംശയം ഞാൻ സന്ദർശിക്കാം. പിന്നെ ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു ആരോഗ്യവാൻ എന്നുള്ളത് പറയേണ്ടിക്ക് നമുക്ക് ശരീരത്തിന് അസുഖമില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥക്കാണല്ലേ നമ്മൾ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് പറയുന്നത്. അതൊരു വിശ്വാസമാണ് കേട്ടോ. അങ്ങനെയാണ്. അപ്പൊ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞിട്ട് ശേഷം സാർ. ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മള് കുറച്ച് മുന്നേ ഇപ്പൊ നമ്മളെയൊക്കെ മുൻപുള്ള ഒരു ജനറേഷനായിട്ട് നോക്കുകയാണെങ്കിൽ ഈ വളരെ ശുഷ്കിച്ച ആരോഗ്യം അല്ലെങ്കിൽ ഒരു വൃത്തിഹീനമായിട്ടുള്ള ഒരു സമൂഹത്തിനാണ് നമ്മൾക്ക് മുമ്പേയുള്ള ആളുകളെ കണ്ടത്. അത് വെച്ചാൽ അവർക്ക് ഭക്ഷണമില്ല, പിന്നെ ഒരു പ്രൊട്ടക്ഷൻ ഇല്ല, വേണ്ടത്ര പ്രതിരോധ ശക്തി ഇല്ല, ഗ്രഹിണി പിടിച്ച പോലത്തെ വലിയ വയറും ഒരു വികൃതമായിട്ടുള്ള രൂപത്തിലുള്ള ഒരു വിഭാഗത്തിലാണ് നമ്മളെ മുമ്പേയുള്ള ആൾ. അന്നേരം കൃത്യമായിട്ടുള്ള ആഹാരമില്ല, ഇല്ലാതെ കൊണ്ടുള്ള ഒരു ജീവിത ശൈലിയായിട്ട് പോയ ആളുകളും ഇപ്പം നമ്മൾ പൂർണ്ണ ആരോഗ്യമായിട്ട് കാണുന്ന ആളുകളെ വ്യത്യാസം വരുമ്പോൾ നമുക്ക് കിട്ടുന്ന പരിചരണങ്ങളും അല്ലെങ്കിൽ നമ്മൾ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടുന്ന മരുന്നുകളും അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടും അതിനെ പ്രതിരോധ ശക്തി കൂട്ടിയത് കൊണ്ടാണ് ഇപ്പോഴത്തെ തലമുറയിൽ കാണുന്ന ആളുകളിൽ ആ തരംതിരിവുണ്ടല്ലോ. ഇപ്പൊ നമ്മളിപ്പോ ഉപവാസം ചെയ്യുകയാണെങ്കിൽ പണ്ട് ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാഞ്ഞാൽ കിട്ടുന്ന അസുഖങ്ങൾ ഉണ്ടാകും. ഭക്ഷണം കഴിക്കാണ്ട് നിന്ന് കഴിഞ്ഞാലും നമ്മളെ പ്രതിരോധ ശക്തി കുറയുകയും നമ്മളെ ശരീരത്തിന് എന്തെങ്കിലും അസുഖം വന്നുപെടാനുള്ള സാധ്യത കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മള് മുമ്പേയുള്ള ആളുകളെ നമ്മുടെ ഇപ്പോഴത്തെ ആളുകളെ താരതമ്യം ചെയ്യുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണെന്ന് എനിക്കൊരു തോന്നുന്നത്. അപ്പൊ നമുക്കിപ്പം ശരീരത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ആരോഗ്യത്തോടു കൂടി ഇപ്പം ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു മനസ്ഥിതിയിൽ നമ്മൾ വളർന്നത്. ഇപ്പം പനി വരുന്നതിന് മുൻകരുതലായിട്ട് ഇപ്പം നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ ഓരോരു. പണ്ടിപ്പം ഈ ബസൂരി അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ നമ്മൾ സമൂഹത്തിന് മാറ്റിയത് നമ്മൾ മുൻകരുതൽ എടുത്തത് കൊണ്ടായിരിക്കില്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കേണ്ട ആണ്ട് വെച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് പ്രതിരോധ ശക്തി കുറയല്ലേ ചെയ്യാം എന്നെ എനിക്ക് തോന്നുന്നത്. കാരണം അത് വിശദീകരിക്കാൻ നല്ലതായിരിക്കും. ഈ പ്രതിരോധ ശേഷി ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് രോഗം വരാതിരിക്കുന്ന ഒരവസ്ഥയാണ്. ഞങ്ങളുടെ കൂട്ടത്തില് ഒരു പഴയൊരു രവിയേട്ടൻ ഉണ്ടായിരുന്നു. രവിയേട്ടൻ പണ്ട് ഇടയ്ക്കിടയ്ക്ക് ബാംഗ്ലൂർക്ക് പോകും. ബാംഗ്ലൂർക്ക് പോയിട്ട് തിരിച്ചു വരുന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ്. അപ്പൊ ബാംഗ്ലൂര് പുള്ളിക്ക് വേണ്ടുന്ന ഫെസിലിറ്റി ഒന്നും ഇല്ലാത്തത് കൊണ്ടും റൂം എടുത്ത് താമസിക്കാനുള്ള ശേഷിയൊന്നും ഇല്ലാത്തത് കൊണ്ടും പുള്ളി പോയി തിരിച്ചു വരുന്നവരെ ടോയ്ലറ്റിൽ പോവാറില്ല. 7 ദിവസം. ഞാൻ കേട്ടിട്ട് അന്തം വിട്ടു പോയിട്ടുണ്ട്. പക്ഷെ പുള്ളിയുടെ ഒരു വലിയ കപ്പാസിറ്റി ആയിട്ടാണ് പലരും അതിനെ വിലയിരുത്തിയത്. 7 ദിവസം കക്കൂസിൽ പോവാത്തതിന്റെ അവസ്ഥ. എന്നെ സംബന്ധിച്ചാൽ ഒരു ദിവസം 2 പ്രാവശ്യം പോയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോ അത് വലിയൊരു ശേഷിയായിട്ട് 7 ദിവസം കക്കൂസിൽ പോവാതെ പിടിച്ചു നിർത്താൻ പറ്റുന്നത് ഒരു ശേഷിയായിട്ട് അദ്ദേഹം മനസ്സിലാക്കുന്നു. അദ്ദേഹത്തെ അംഗീകരിക്കുന്ന ഒരു മനസ്സിലാക്കുന്നത്. 7 ദിവസം പോയിട്ട് തിരിച്ചു വരണ്ടേ, രവിയാകുമ്പോൾ പ്രശ്നമല്ല. പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്നിട്ട് ടോയ്ലറ്റിൽ പോകുള്ളൂ. അതുകൊണ്ട് പിന്നെ അവന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? എനിക്ക് ദിവസത്തിൽ 2 തവണ ടോയ്ലറ്റിൽ പോകണം എന്ന് പറയുമ്പോൾ അത് ഒരു ബലഹീനതയായിട്ടാണ് മനസ്സിലാക്കപ്പെട്ടത്. ഇത് വർഷങ്ങൾക്ക് മുന്നിലുള്ള ഒരു അവസ്ഥയാണ് ഇപ്പൊ. അപ്പോ ഇതൊരു ബലഹീനതയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇതുപോലെ പലപ്പോഴും അസാമാന്യമായ കായശേഷിയുള്ളവര്, കായശേഷി എന്ന് വെച്ചാൽ ശരീരത്തിന്റെ ശേഷിയുള്ളവര്, അവര് ആരോഗ്യവാന്മാരാണെന്ന് പറയപ്പെടുന്നു. ഈ ശരീരവലുപ്പം കണ്ടിട്ട് അതാണ് ആരോഗ്യം എന്ന് ധരിക്കുന്നവർക്ക് അത് തന്നെയാണ് ആരോഗ്യം. പക്ഷെ ആ തടി ഉണ്ടാകുന്നതിന്റെ പുറകില്, അത്രയേറെ തടി ഉണ്ടാകുന്നതിന്റെ പുറകില് അയാളുടെ ശരീരത്തില് ആവർത്തിച്ച് ചെല്ലുന്ന ഭക്ഷണം ദഹിക്കാതെ ഉണ്ടാവുന്ന ആ അൺസാച്ചുറേറ്റഡ് അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് പാർട്ടിക്കിൾസ് എല്ലാം ശരീരത്തിൽ ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ സ്കിന്നിന്റെ താഴേക്ക് കവർ ചെയ്ത് വെച്ചിട്ടാണ് ഈ തടിയായിട്ട് കാണപ്പെടുന്നത് എന്നുള്ളത് ആരോഗ്യത്തിന്റെ സ്വാഭാവിക പ്രവർത്തനത്തെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോ ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള ഒരു മുത്തശ്ശി, എന്നെ ചെറുപ്പത്തിൽ എന്നെ നോക്കിയ ഒരു മുത്തശ്ശി, ഈ കഴിഞ്ഞ ദിവസം മരിച്ചത് 103-ാമത്തെ വയസ്സിലാണ്. അവര് ശുഷ്കിച്ചുണങ്ങിയാണ്. പക്ഷെ മരണം വരെയും അവർ ആരോഗ്യവതിയായിരുന്നു. ആരോഗ്യവതിയായിരുന്നു എന്ന് വെച്ചാൽ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായി നടക്കും. അവരെല്ലാ ജോലികളും ചെയ്യും. അവരുടെ ജീവിതത്തിൽ ഇതുവരെ പനിയൊക്കെ വല്ലപ്പോഴും വരും. പനി വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് മൂടിപ്പൊച്ച് കിടക്കും. ഒരു ചുക്കുകാപ്പിയും വെച്ച് കുടിച്ചിട്ട് മൂടിപ്പൊച്ച് കിടക്കും. ഇതല്ലാതെ വേറൊരു പ്രശ്നം അവർക്ക് വരുന്നില്ല. അതേസമയം അസാമാന്യമായിട്ടുള്ള കായശേഷിയുള്ളവര്, അതിയായിട്ടുള്ള വൃത്തിയിൽ ഹൈജീനിൽ ജീവിച്ചിട്ടുള്ള ആളുകളെല്ലാം തന്നെ
ഈ ഒരു 50, 60, 65 വയസ്സിന്റെ അപ്പുറത്തേക്ക് പോകുന്നത് വളരെ വിരളാണ്. അപ്പോ ഇതിൽ എന്താണ് ആരോഗ്യം എന്നുള്ളത് നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ചാണ്. ആരോഗ്യം എന്നുള്ളത് ശരീരത്തിന്റെ ജീവന്റെ പ്രവർത്തനത്തിന്റെ ഒരു ആകത്തുകയാണെങ്കിൽ, ശരീരം ജീവനെ ശരിയാം വിധം ഉപയോഗിക്കുന്നുണ്ടോ, ജീവനെ ശരിയാം വിധം പ്രവർത്തിക്കാൻ അനുവദിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് ആരോഗ്യമാണെന്ന് വിശ്വസിക്കുന്നവരൊരു കൂട്ടർ. അതൊരു വിശ്വാസ സമ്പ്രദായമാണ്. മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാല് കാണുമ്പോൾ ഭയങ്കര മുഴുമുഴുപ്പായിരിക്കണം, സ്കിന്നൊക്കെ ഇങ്ങനെ തിളങ്ങണം, ശരീരത്തിന് അതിനുവേണ്ടി ബിയർ കുടിക്കുന്ന ആളുകളുണ്ട്. ആ മിനിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ബിയർ കുടിക്കുന്ന ആളുകളുണ്ട്. ആ മിനിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ശരീരത്തിന് നല്ല പോലെ വലിപ്പം വേണം എന്നുള്ളത്. വേറൊരു കൂട്ടരുണ്ട്, നല്ല പോലെ വർക്ക് ചെയ്യാൻ പറ്റണം. വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ 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 മസിൽ പവറുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് ആരോഗ്യം എന്ന് വിചാരിക്കുന്നവരുണ്ട്. അപ്പൊ ഇത് ഓരോതരം കാഴ്ചപ്പാടുകളാണ്. നമ്മളിവിടെ ശരീരം അതിന്റെ സ്വാഭാവിക പ്രവർത്തനത്തിലൂടെ കടന്നു പോകുവാനുള്ള അതിന്റെ ശേഷിയെ ആരോഗ്യമെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഈ ചെറിയ അസുഖങ്ങളും കുട്ടി അസുഖങ്ങളൊക്കെ വന്ന് ശരീരം സമയാസമയത്ത് ശുചീകരണം നടത്തുന്നതാണ് ആരോഗ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി ഇടയ്ക്ക് പനി വരുന്നതും ജലദോഷം വരുന്നതും ഒക്കെ അബദ്ധമാണ്. ജലദോഷം വരാൻ പാടില്ല, കുരു വരാൻ പാടില്ല, ഉറക്കം വരാൻ പാടില്ല, ടോയ്ലറ്റിൽ പോവാൻ തോന്നാൻ പാടില്ല. അതൊക്കെ ആരോഗ്യക്കേടാണെന്ന് വിചാരിക്കുന്നവർക്ക് അങ്ങനെ വിചാരിക്കാം. അത് വേറൊരു ഭാഷ്യമാണ്, വേറൊരു ചിന്താപദ്ധതിയാണ്. എനിക്കിതെങ്ങനെയാണ് വേർപിരിച്ച് ബോധ്യപ്പെടുത്തുക എന്ന് എനിക്ക് അറിയില്ല. അതാണ് എന്റെ ഉത്തരവ്. അതില് രണ്ട് തരം ചിന്താപദ്ധതിയാണ്. ഇപ്പം ഔഷധം കഴിച്ചാലാണ് ശരിയാവുക എന്ന് വിശ്വസിക്കുന്ന ഒരാളെടുത്ത് ഔഷധം തെറ്റാണെന്ന് പറഞ്ഞ് ബോധിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേസമയം ആരോഗ്യം എന്ന് പറയുന്നത് ശരീരത്തിന്റെ നൈസർഗികമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനുള്ള ശേഷിയാണെന്ന് പറയുമ്പോൾ നൈസർഗിക പ്രവർത്തനങ്ങൾ എന്താണെന്ന് മനസ്സിലാകണ്ടേ? ഇപ്പൊ ടോയ്ലറ്റിൽ പോകുക എന്നുള്ളത്, ടോയ്ലറ്റിൽ പോയാലാണ് ആ പ്രവർത്തനം സ്വാഭാവികമാകുന്നത്. ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നത് ഒരു അസുഖമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പനി വരുന്നത് ഒരു അസുഖമാണ് എന്ന് മനസ്സിലാക്കുകയാണോ, ശരീരത്തിന്റെ ആ ശുചീകരണ പ്രവർത്തനമായിട്ട് മനസ്സിലാക്കണോ? ജലദോഷത്തെ നമ്മൾ എങ്ങനെയാണ് എപ്പോഴും ജലദോഷം വരുന്നു, സ്നോഫീലിയയുടെ പ്രശ്നമാണ് എന്ന് പറയുന്നു. ശരീരം സ്വാഭാവികമായ പ്രവർത്തനത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് ശരീരത്തിന്റെ ശുചീകരണം അവിടെ സംഭവിക്കും. അപ്പോൾ തുമ്മലിലൂടെയും ചീറ്റലിലൂടെയും എല്ലാം മാലിന്യങ്ങളെ വെളിയിലേക്ക് കളയാൻ ശരീരം ശ്രമിക്കും. ആ ശ്രമിക്കുന്ന സമയത്ത് ആ മീഡിയത്തിൽ, അതിലൂടെ വെളിയിലേക്ക് പോകുന്ന മീഡിയത്തിൽ അതിനെ വേർതിരിച്ച് വെളിയിലേക്ക് കളയാൻ പാകത്തിൽ അതിന്റെ മ്യൂക്കസിൽ പലതരം മൈക്രോബ്സ് ഉണ്ടായിരിക്കും, ചെറിയ ചെറിയ സൂക്ഷ്മജീവികളെല്ലാം ഉണ്ടായിരിക്കും. ആ സൂക്ഷ്മജീവികളുടെ സാന്നിധ്യമാണ് ഈ അസുഖം വരുത്തിയെന്ന് വിശ്വസിക്കുന്ന ആ വിപരീത രീതിയിൽ ഇതിനെ സമീപിക്കുന്ന ഒരു സമീപന രീതി നമുക്കുണ്ട്. ആ സമീപനത്തെ നമുക്ക് ഇങ്ങനെ തർക്കിച്ച് തോൽപ്പിക്കുകയാണോ നമുക്ക് വേണ്ടത്? അല്ല, അതിന്റെ സ്വാഭാവിക ശാസ്ത്രം എന്തെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സ്വാഭാവിക ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ അനുഭവിച്ച് ശരീരം എങ്ങനെയാണ് സമഗ്രമായി പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള തിരിച്ചറിവിൽ നിന്നുണ്ടാവുന്നതാണ് സ്വാഭാവിക ശാസ്ത്രബോധം എന്ന് പറയുന്നത്. പുസ്തകം വായിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു അറിവല്ല അതിന്റെ പുറകിലുള്ളത്. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പ്രകൃതി ജീവനത്തിന്റെ പ്രകൃതി കേന്ദ്രിതമായിട്ടുള്ള ഒരു ജീവിതശൈലിയുടെ കാര്യത്തിൽ ശരീരം അതിന്റെ സ്വാഭാവികമായ പ്രവർത്തനത്തിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ശുചീകരണ പ്രക്രിയയാണ് സൂചിപ്പിക്കുന്നത്. അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് എനിക്ക് അതിന് നൽകാനുള്ള വിശദീകരണം. അതല്ലാതെ വേറൊരു രൂപത്തിൽ അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല.